السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഏവർക്കും ഹൃദ്യമായ സ്നേഹോഷ്മളമായ ബലിപെരുന്നാൾ ഈദാശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള മുസ്ലിം ഉമ്മത്ത്, അള്ളാഹുവിൻ്റെ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് വിണ്ണും വിഹായസ്സും മുഖരിതമാകും വിധം തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഈമാനികമായ വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്ബീറിൻ്റെ പൊരുൾ നമുക്കറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റേതായി വലുതായി ഒന്നുമില്ല. ഇത് അങ്ങനെ ആ നിലക്ക് സമർപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ബലിപെരുന്നാൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കണം. അതാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞത്. കാലഹു റബ്ബുഹു അസ്ലിം. ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കണം ഇബ്രാഹിമേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും സമർപ്പിച്ചിരിക്കുന്നു. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം എന്നാണ്. എല്ലാം അള്ളാഹ്ക്ക് സമർപ്പിക്കണം. ജീവിതത്തിൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവെ, ഇനി മുതൽ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ നിമിഷം മുതൽ അള്ളാഹുവെ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാം, അള്ളാഹുവെ നിന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കാം, അള്ളാഹുവെ നിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഭക്ഷിക്കാം, ഹലാലായതും തയ്യിബുമല്ലാത്ത ഒന്നും ഞാൻ ഭക്ഷിക്കുകയില്ല, ഹലാലല്ലാത്തതും ഹറാമുമായ ഒന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കില്ല, അള്ളാഹുവെ ഹറാമായ ഒരു പ്രവർത്തനവും ഞാൻ എൻ്റെ ഭാര്യയോട് പ്രവർത്തിക്കുകയില്ല, ഹറാമായ ഒരു ചിന്തയും ഒരു പ്രവർത്തനവും എൻ്റെ ഭർത്താവിനോട് ഞാൻ കാണിക്കില്ല, വളരെ മോശമായ ഒരു സംസാരവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. എല്ലാം അള്ളാഹുവെ ഞാൻ സമർപ്പിക്കുകയാണ് നിൻ്റെ മുമ്പിൽ, എൻ്റെ മോഹങ്ങളെല്ലാം. അങ്ങനെ സമർപ്പിക്കുന്നവൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ്. അള്ളാഹുവിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സിൻ്റെ മോഹങ്ങളെ നിയന്ത്രിച്ചവരാരോ ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ. അവർക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പ്. ആ സ്വർഗത്തോപ്പിലേറുക എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം. ആ പ്രധാന ലക്ഷ്യം നേടുവാൻ വേണ്ടി നാം അധ്വാനിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് 5 നേരവും നമ്മൾ ഈ സമർപ്പണം അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലേ? നമസ്കാരത്തിൽ ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, ഒ നുസുക്കി, എൻ്റെ ത്യാഗം, എൻ്റെ ബലികർമ്മം, ഓ മഹിയായ എൻ്റെ ജീവിതം, ഒമാത്തി, ഞാൻ മരിക്കുന്നത് പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഇതാണ് സമർപ്പണം. 5 നേരവും മുസൽമാൻ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്.
ഞാൻ എൻ്റെ നിസ്കാരവും എൻ്റെ ത്യാഗവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവേ നിനക്കുള്ളതാണ് എന്ന് സമർപ്പിക്കുന്നവരാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനോട് അള്ളാഹു സമർപ്പിക്കാൻ പറഞ്ഞു. ആ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിന് ലോകരക്ഷിതാവിന് എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി പറയുകയും ചെയ്തപ്പോൾ അള്ളാഹു ആ സമർപ്പണം ശരിയാണോ എന്ന് പരിശോധിച്ചു. അതെങ്ങനെ? ഖുർആൻ പറയുന്നു, വൈദിബുത്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത് ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. വൈദിബുത്തലാ ഇബ്രാഹിം നബി തൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ആ സമർപ്പണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നിരവധി പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബിൻ്റെ നേരെ അയച്ചു. വൈദിബുത്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്, ഒരുപാട് കൽപ്പനകൾ കൊണ്ട്. ഫഅതമ്മഹുന്ന, ആ കൽപ്പനകളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിജയിച്ചു. ആ വിജയം നേടിയപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ലോക ജനതയ്ക്ക് നിന്നെ ഞാൻ മാതൃകയാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിൻ്റെ പ്രവർത്തനവും ഇബ്രാഹിം നബിൻ്റെ ചിന്തയും ജീവിത രീതിയുമൊക്കെ ലോക ജനതയ്ക്ക് അള്ളാഹു മാതൃകയാക്കിയിട്ടുണ്ട്. അപ്പം ആ മാതൃകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പുതുവസ്ത്രം അണിഞ്ഞ് സുഗന്ധപൂരിതമായി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പോരാ. ബലിപെരുന്നാളിൻ്റെ സമർപ്പണം അള്ളാഹുവിന് സമർപ്പിച്ചോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കിയോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സമ്പത്ത് ഹലാലാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ കുടുംബജീവിതം വിശിഷ്ടമാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ എല്ലാ രംഗത്തും ഒരു വിശിഷ്ടമായ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു ഇബ്രാഹിം നബിയെ പറഞ്ഞത് നമുക്കറിയാം, ഒത്തഹല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താക്കിയെന്ന് പറഞ്ഞു ഇബ്രാഹിം നബീനെ. നമ്മളൊന്നും അള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പോയിട്ട് അള്ളാഹിൻ്റെ അടിമയാണോ എന്ന് പോലും ഇബാദുർ റഹ്മാനാണെന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം നമ്മൾ അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറം ബാബിലോണിയയിലെ ഒരു പൂജാരിയുടെ മകനായിട്ടാണ് ഇബ്രാഹിം നബി ജനിക്കുന്നത്. ലക്ഷത്തിൽ പരം വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന, എല്ലാ ആടുന്ന, ഉലയുന്ന, ഓടുന്ന എല്ലാ ജീവികളെയും പക്ഷികളെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഇബ്രാഹിം നബി അള്ളാഹു പ്രവാചകനായി അയക്കുന്നത്. അത് തന്നെ ഒരു പരീക്ഷണമാണ് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ ആദ്യത്തെ പരീക്ഷണം അവിടുന്നാണ്, പ്രബോധന രംഗത്ത്. ഇബ്രാഹിം നബി തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇത് കാലി അബീഹി യാ അബത്ത് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. പൂജാരിയുടെ മകനായി ജനിച്ചിട്ട് പോലും ഇബ്രാഹിം നബി പിതാവിനോട് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ മാ ലാ യസ്മഉ വലാ യുബ്സിർ, കാണാത്ത കേൾക്കാത്ത ഈ വിഗ്രഹങ്ങളോട് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ, നമ്മെയും എന്നെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച ഈ അള്ളാഹുവിനെ നിങ്ങൾക്ക് ആരാധിച്ചാൽ പോരെ? ഇന്ന ഷൈത്താൻ അലി റഹ്മാനി അസിയ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ ആരാധ്യ വസ്തുക്കൾ കാരുണ്യകനായ റബ്ബിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഇബ്രാഹിം നബി ആയിക്കോട്ടെ മോനെന്ന് പറയല്ലേ ഇത്. കാല അറാഹിബുൻ അൻതൻ ആലിഹത്തിയ ഇബ്രാഹിം ല അർജുമന്നക വഹുജുർനി മലിയ. ഇബ്രാഹിം നബിയോട് ആ പിതാവ് പറഞ്ഞു, നീ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ വെറുക്കുകയാണോ? അറാഹിബുൻ അൻതൻ ആലിഹത്തിയ ഇബ്രാഹിം ല അർജുമന്നക, ഞാൻ നിന്നെ എറിഞ്ഞാട്ടും. വഹുജുർനി മലിയ, എൻ്റെ കൺമുമ്പിൽ നിന്ന് നിൽക്കരുത്. ഉണ്ടോ? ആദർശത്തിന് വേണ്ടി ഇബ്രാഹിം നബി വീട് വിട്ടിറങ്ങി അല്ലേ? നമുക്കറിയാം, ഇബ്രാഹിം നബി ഇറങ്ങുമ്പോൾ അള്ളാഹിനോട്, പിതാവിനോട് പറഞ്ഞു, കാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി വീട് വിട്ടിറങ്ങുകയാണ്. നമ്മളൊന്നും നമ്മളുടെ കുടുംബത്തിൽ ഇന്ന് വരെ ഒരു ധർമ്മവും ഒരു നന്മയും ഉപദേശിച്ചിട്ടില്ല. ഉപദേശിക്കുന്ന നന്മകളുണ്ട്, അത് നമ്മളുടെ ഭൗതികമായ വിഷയങ്ങളാണ്. നമ്മളുടെ ഭാര്യ നമ്മളുടെ വരവിൽ കവിഞ്ഞ് ചെലവഴിക്കുമ്പോൾ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല അല്ലേ? വരവിൽ കവിഞ്ഞ് ഡ്രസ്സും വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ നമ്മൾ പറഞ്ഞില്ല, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നീ അള്ളാഹുവിന് മാത്രം ഭയപ്പെടണം, നീ അള്ളാഹുവിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇന്ന് വരെ ഒരു ഭർത്താവും ഭാര്യയോട് പറഞ്ഞില്ല, ഒരു ഭാര്യയും ഭർത്താവിനോട് പറഞ്ഞില്ല. ഈ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാളിൽ പ്രബോധന രംഗത്ത് മാത്രം ഏകദേശം 90 വയസ്സ് വരെ ഇബ്രാഹിം നബി സമൂഹത്തിലും രാജാവിനോടും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ നിരന്തരമായ തൗഹീദി പ്രബോധനം. അതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു.
ഒരു പൂജാരിയുടെ മകനായി ജനിച്ചിട്ട് പോലും, അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളൊന്നും ഒരു പൂജാരിയുടെ മകനല്ല. നമ്മളൊക്കെ മാതാപിതാക്കൾ ശരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ട് പോലും നമുക്ക് ഇന്ന് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പ്രബോധനം രംഗത്ത് ഒരാളോട് പോലും നന്മ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ 90 വയസ്സുള്ള സമയത്ത് ഇബ്രാഹിം നബി വല്ലാതെ പ്രയാസപ്പെട്ടു. എന്താ, ഈ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ എനിക്കൊരു അനന്തരാവകാശിയില്ലല്ലോ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. 90 വയസ്സുള്ളപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ നീ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണം. നമ്മളൊക്കെ റബ്ബിനോട് മക്കളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന എങ്ങനത്തെ മക്കളാ? ഡോക്ടറായ മക്കൾ, പ്രൊഫസറായ മക്കൾ, ശാസ്ത്രജ്ഞനായ മക്കൾ, അല്ലേ? ഇന്ന് വരെ നമ്മളാരും ആഗ്രഹിച്ചില്ല എനിക്കൊരു സാലിഹായ സന്താനത്തെ. പഠിച്ചോനെ എൻ്റെ വാർദ്ധക്യദശയിൽ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തും വളരെ സന്തോഷപൂർവ്വം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മറമാടുന്ന ഒരു മകനെ പഠിച്ചോനെ എനിക്ക് തരണേ എന്ന് ഇക്കാലം വരെ ജനിക്കിൻ്റെ മുമ്പും പ്രാർത്ഥിച്ചില്ല, ജനിച്ച് കുട്ടികൾ വലുതായിട്ടും പ്രാർത്ഥിച്ചില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ നല്ല ബിസിനസ്മാൻ ആക്കണേ പഠിച്ചോനെ, ബിസിനസ് മാനേജ്മെൻറ്റിൽ കഴിവുള്ളവനാകണം, മാനേജ്മെൻറ്റ് അവനറിയണം, എല്ലാ തരത്തിലുള്ള ഭൗതിക യോഗ്യതകളും എൻ്റെ മകനുണ്ടാവണം. അതിലെല്ലാം നമ്മൾ അഹങ്കരിക്കുകയും അതിലെല്ലാം നമ്മൾ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്ന് വരെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മൾ നടത്തിയില്ല. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. എത്രാമത്തെ വയസ്സിലാണ് സാലിഹായ കുട്ടിക്ക് വേണ്ടി ചോദിക്കുന്നത്? അതുവരെ അല്ല കുട്ടിയെ കൊടുത്തില്ല, അതൊരു പരീക്ഷണം. 90 വയസ്സ് വരെ ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തില്ല. അങ്ങനെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. തൻ്റെ ഇടവും വിവേകവുമുള്ള ഒരു കുഞ്ഞിനെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനവും ജീവിതവുമൊക്കെ 4000 വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഊർ എന്ന ഗ്രാമത്തിലാണ്. ഇന്നും മുസ്ലിം ലോകം അനുസ്മരിക്കുകയാണ്. എന്താണ് കാരണം? നമ്മളൊക്കെ മരിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന, ഞാനും നിങ്ങളൊക്കെ ജനിച്ചതും മരിക്കുന്നതും നാട്ടിൽ ആരും അറിയില്ല. അറിയോ? ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരെയും പറയും നമ്മളെ പേര്? ഒരിക്കലും ഉണ്ടാവില്ല. എന്താ കാരണം? നമ്മളാരും അത് ആഗ്രഹിക്കണമില്ല. പക്ഷേ ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചത്? നിങ്ങൾ വേറിട്ടൊരു പ്രാർത്ഥന ഇബ്രാഹിം നബിൻ്റെ. എന്താ? പഠിച്ചോനെ ഉജ്ജലിനി എന്നെ നീ ആക്കണം. എങ്ങനെ ആക്കണം? അടുത്ത തലമുറക്ക് ഒരു കീർത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തരണം. ആരെയും പ്രാർത്ഥിക്കുമോ? ഈ ലോകം അവസാനിക്കുന്നവരെയുള്ള സമൂഹത്തിൽ പടച്ചോനെ എനിക്ക് ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലേ? അന്തിമ സമുദായം വരെയുള്ള സമൂഹത്തിൽ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കണം. നമ്മൾ ധാരണമാണോ? നമ്മൾ സൽകീർത്തി ആവശ്യമില്ല. അതുകൊണ്ട് നോക്കുമ്പോൾ ആ സൽകീർത്തിയല്ലേ ഇപ്പം നിങ്ങൾ ഉയർത്തിയത്? അത്തയ്യാത്ത് ഇരുന്നുകൊണ്ട് ഇബ്രാഹിമി സലാത്ത് നിർവഹിച്ചില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും ആലു ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തിനും, സാറ, അതുപോലെ യാക്കൂബ്, ഇസ്ഹാക്ക്, ഇസ്മായിൽ തുടങ്ങുന്ന, ഹാജറ ബീവി തുടങ്ങുന്ന തൻ്റെ കുടുംബത്തിൻ്റെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അള്ളാഹുവെ നീ അനുഗ്രഹം ചെയ്യണമെന്ന് അപ്പോൾ പ്രാർത്ഥിച്ചത്. അതാണ് ഉജ്ജലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അന്തിമ സമുദായത്തിലുള്ള ആളുകളിൽ വരെ പടച്ചവനെ എനിക്ക് സൽകീർത്തി ഉണ്ടായി തരണം. സൽകീർത്തി കണ്ടകൾ നമ്മളൊക്കെ മരിച്ചാൽ ഇവിടെ ഒരു പോത്ത് മരിക്കുന്നതിൻ്റെ കവിഞ്ഞ് വേറൊന്നുണ്ടാവില്ല. ജനിച്ചതും അറിയുന്നില്ല, ജനിച്ചതറിയും എങ്ങനെ ആരെയും മിഠായി കൊടുത്തിട്ട് ബർത്ത്ഡേ കേക്ക്, അല്ലേ? അത് അല്ലാഹു റസൂലും പഠിപ്പിക്കാത്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് അയക്കും. അല്ലാണ്ട് നിങ്ങൾ ജനിച്ചത് എന്താ രേഖ? അള്ളാഹിൻ്റെ മാർഗത്തിൽ സൽകീർത്തി ഉണ്ടാവണം. മരണപ്പെട്ടാലും ആ മനുഷ്യനുള്ള കാലം, എൻ്റെ പിതാവുള്ള കാലം, പടച്ചോനെ എത്ര ധാർമ്മികമായി അള്ളാഹുവെ നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചൊരു കുടുംബത്തെ വളർത്തിയ പിതാവാണ് എൻ്റെ പിതാവ് എന്ന് നമ്മളുടെ പിതാവ് യാത്രയായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ഗദ്ഗതത്തോടുകൂടി പറയാറുണ്ടാവും നമ്മളുടെ ഉപ്പാനെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ. അതെന്താ? ഞാൻ ചെറുതാണ് സമയത്ത് എനിക്ക് മിഠായി വാങ്ങി തന്നത്, ബിസ്ക്കറ്റ് വാങ്ങി തന്നത്, എനിക്ക് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങി തന്നത്, അതൊക്കെ ഓർത്തുകൊണ്ട് ചിലപ്പോൾ കഴിയാൻ കഴിയും. പക്ഷേ ആ പിതാവ് എനിക്ക് നൽകിയ സാരോപദേശങ്ങളിൽ ഇന്നതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ നമ്മളുടെ പിതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഉണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥന എന്താ? എനിക്കൊരു നല്ല കുഞ്ഞിനെ തരണം. അള്ളാഹു എന്ത് ചെയ്തു? ഫബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് മലക്ക് മുഖേന സന്തോഷ വാർത്ത അറിയിച്ചു. എന്ത്? ബി ഗുലാമിൻ ഹലീം, വിവേകവും തൻ്റെ ഇടവുമുള്ള ഒരു കുഞ്ഞിനെ. ഉണ്ടോ? അള്ളാഹ് കൊടുത്ത ക്വാളിഫിക്കേഷൻ അതാ, ഗുലാമുൻ ഹലീം, ഹലീമായ. അങ്ങനെ ഇബ്രാഹിം നബിയോടൊപ്പം ആ കുഞ്ഞ് വളർന്നു വലുതായി. ഫലമ്മ ബലഗ മഅഉസൈ, കൂടെ ജോലി ചെയ്യാൻ പ്രാപ്തനായപ്പോൾ
അള്ളാഹു അടുത്ത പരീക്ഷണം എന്തു പറഞ്ഞു? അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെ നീ അറുക്കണം. ആ വിവരം ഇബ്രാഹിം നബി തൻ്റെ മകനോട് പറയുന്നത് കേട്ടങ്ങൾ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്. അള്ളാഹുവിൻ്റെ ദിവ്യബോധനം അള്ളാഹു എനിക്ക് സ്വപ്നത്തിലൂടെ നൽകിയിരിക്കുന്നു. എന്താ സ്വപ്നം? അന്നി അദ്ബഹുക്, ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻലുറു മാതാ തറ, നിന്റെ അഭിപ്രായം എന്താണ് പറയും. എല്ലാ കുട്ടികൾക്കും വരുന്ന ചരിത്ര. പക്ഷെ അയവർക്കണം എന്തുകൊണ്ടാ അറിയോ? ബലിപെരുന്നാൾ ദിവസം ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും അനുസ്മരിക്കാതെ പോയാൽ അതൊരു ബലിപെരുന്നാളല്ല. അപ്പം അതുകൊണ്ടാണ് ഓർക്കുന്നത്. ഫൻലുറു മാതാ തറ, എന്ത് പറയുന്നു, എൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ ഇന്ന് ഇപ്പം നമ്മളെ മക്കളെ വിളിച്ചിട്ട് നമ്മൾ പറയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് മോനെ നിന്നെ അറുക്കണമെന്ന്. അതിൻ്റെ മുമ്പ് നമ്മൾ അറുക്കുമെന്ന് അല്ലേ? പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് ബാപ്പാനൊക്കെ എടുത്തി അർത്ഥമുണ്ടാവും അല്ലേ? എന്നാൽ ഈ സാലിഹായ മകൻ പറഞ്ഞതോ, ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആ മകൻ പറയുന്നു, യാ അബത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു നിങ്ങളോട് എന്ത് കൽപ്പിച്ചോ അത് നിങ്ങൾ പ്രവർത്തിച്ചോളി. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, എന്നെ നിങ്ങൾക്ക് ക്ഷമാശാലികളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും. ഞാൻ നിങ്ങളുടെ കത്തി കാണുമ്പോഴോ നിങ്ങളുടെ പ്രവർത്തനം കാണുമ്പോഴോ അക്ഷമനായി ഓടുകയില്ല. ഞാൻ നിങ്ങൾ പറയും പോലെ ചെയ്യാം. അങ്ങനെ ഖുർആൻ പറയാണ്, ഫലമ്മ അസ്ലമ, രണ്ടുപേരും ആ പ്രവർത്തനത്തിന് തയ്യാറായപ്പോൾ, സൂറത്ത് സാഫാത്തിൽ അള്ളാഹു വിശദീകരിക്കുക, ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, വലതുഭാഗം കൊള്ള ചെരിച്ചു കിടത്തി ഇസ്മായിലിനെ. കാരണം മുഖാമുഖം കണ്ടുകൊണ്ട് ഒരു പിതാവിനും മകൻ്റെ കഴുത്തിൽ ഇരുതല മൂർച്ചയുള്ള കഠാരക്കത്തി ചാർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ചെരിച്ചു കിടത്തി. ഖുർആൻ തന്നെ പറയാം, വതല്ലഹു ലിൽ ജബീൻ. അപ്പോഴാണ് കത്തി അകത്തേക്ക് വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ശബ്ദം കേട്ടപ്പോൾ മകൻ ഇസ്മായിൽ നബി ചെരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. രണ്ടുപേരുടെയും തക്ബീർ ധ്വനികൾ കഴിഞ്ഞപ്പോൾ മാലാകമാർ, മലക്കുകളുടെ ഒരു അശരീരി എന്താണ്? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാണ് ഇപ്പം നിർവഹിച്ചത് കേട്ടോ. ആ രണ്ട് മലക്കും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നിർവഹിച്ച തക്ബീർ ധ്വനികളാണ് ഇപ്പം മുഴക്കിയത്. അപ്പോൾ രണ്ടുപേരും അതിനുവേണ്ടി തയ്യാറാവുകയും ചെരിച്ചു കെടുത്തുകയും ചെയ്തപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിനെ വിളിച്ചു, വനാദൈനാഹു അൻ യാ ഇബ്രാഹിം. അള്ളാഹു നാം ഇബ്രാഹിം നബിനെ വിളിച്ചു, ഖദ് സദഖ്ത റുഅ്യ, താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അറുക്കേണ്ടതില്ല. കാരണം നരബലി ഇസ്ലാമികമായി പുണ്യമല്ല. മനുഷ്യനെ അറുക്കൽ ഇസ്ലാമികമല്ല. അതുകൊണ്ട് അള്ളാഹു ചെയ്തു, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെ ഇപ്രകാരം അള്ളാഹു നിഷ്കളങ്കന്മാരായ ആളുകളെ പരീക്ഷിക്കും, അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുകയും ചെയ്യും. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു വ്യക്തമായ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദ്ബിഹിൻ അലീം, അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ പകരമായി ബലിയറുക്കാൻ നൽകി. അതാണ് നമ്മളിപ്പോൾ ബലിയറുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ തറക്കന അലൈഹി ഫിൽ ആഖിരീൻ, ഈ സംസ്കാരം അവസാന തലമുറ വരെ നിലനിൽക്കാൻ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തു. ഏത് സംസ്കാരം? ബലിയറുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ബലിയറുക്കുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പരിശുദ്ധമായ ജീവിതം, ആ ഈമാനും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുക, അതിനുവേണ്ടി തയ്യാറാവുക. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പേജ് കൂടി മറിച്ചിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഖുത്ബ അവസാനിപ്പിക്കാം. വിശ്വപ്രസിദ്ധമായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു ഖുത്ബയുണ്ട് ഹജ്ജത്തുൽ വിദായിൽ. ആ ഖുത്ബ മാത്രം നമുക്കൊന്ന് കേൾക്കാം. 1,44,000 ആളുകൾ ഹജ്ജത്തുൽ വിദായിൽ നബിയുടെ ഈ ഖുത്ബ കേൾക്കാനുണ്ടായിരുന്നു. അന്തിമ പ്രസംഗം ഖുത്ബത്തുൽ വിദായിൽ. അതിൽ ലോകത്തിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ബലിപെരുന്നാളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ. നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ ഖുത്ബയിൽ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ എന്നാ വിളി കേട്ടോ. നബിയുടെ ബലിപെരുന്നാളിൻ്റെ ഖുത്ബയിലെ മുസ്ലിങ്ങളെ എന്നല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ല. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. വ ആദം മിൻ തുറാബ്, ആദമാവട്ടെ
മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് വലൈസലി അറബിയിൻ അലൽ അജം, ഒരറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. അങ്ങനെയുണ്ട്. അറബിയും അനറബിയും തമ്മിലുള്ള ഉച്ചനീചത്വം പോക്കുകയാണ്. ഒരറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. പിന്നെ വല അബിയദാലൽ അസ്വദ്, ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. ഇല്ലാബി തക്കുവ, തക്കുവ കൊണ്ടല്ലാതെ. തക്കുവ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് പ്രാധാന്യത്തിനൊരു അവകാശമുള്ളത്. അതല്ലാത്ത ഒന്നും നമ്മൾ ചുരുണ്ട മുടിയാണെന്നോ വെളുത്തവനാണെന്നോ ഉണ്ടക്കണ്ണാണെന്നോ കവിൾ തൊടുത്തവളാണെന്നോ അതിലൊന്നും ഒരു പ്രാധാന്യവുമില്ല. മനസ്സിൻ്റെ അകത്ത് കയറുന്ന തക്കുവക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. വിശ്വപ്രസിദ്ധമായ ആ പ്രസംഗത്തിലെ വരികൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം ഉണർത്തി. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, അല്ലയോ ജനങ്ങളെ, നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായിൽ, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആക്കിയത് ലി തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. വേറെ ഒന്നുമില്ല. കറുത്തവനും വെളുത്തവനും ചുവന്നവനും ചുണ്ടമുടിയുള്ളവനും കുറിയവനും നീണ്ടവനും ഒക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ. നോക്കുക, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് കണ്ട ഒരാളെ അന്വേഷിച്ചു. അപ്പം നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ അറിയോ? ഏത് അബ്ദുറഹ്മാൻ? ആ കുറിയെ അറിയാം. ഉണ്ടോ? അതറിയാനാ. അല്ലാണ്ട് കുറിയനാണെന്നോ ഭയങ്കര തടിയുള്ളവനാണെന്നോ മെലിഞ്ഞവനാണെന്നോ അതിലൊന്നും നിങ്ങൾക്ക് അഹങ്കാരം ഊറ്റം കൊള്ളാനല്ല. എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ തഖ്വയോടുകൂടി ജീവിക്കുന്നവനാണ്. കേട്ടോ? അപ്പോൾ ഇസ്ലാമിൽ എന്തില്ല? ഒരു വർഗീയതയുമില്ല. വിശ്വോത്തരമായ സാഹോദര്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില യുവാക്കൾ വളരെ മോശമായ ഇത്തരം തക്ബീർ ധ്വനികളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മവും സ്ഥാപിക്കുകയും അധർമ്മത്തിനെതിരെ പോരാടുകയും ചെയ്തതിന് പകരം സമൂഹത്തിൽ ഛിദ്രതയും വർഗീയതയും വിധ്വംസ പ്രവർത്തനങ്ങളുമൊക്കെയായി ഒരുപാട് ചെറുപ്പക്കാർ രംഗത്ത് വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത്, വർഗീയത പറയുന്നവൻ മുസ്ലിമല്ല. ആദ്യധാരയുണ്ട്. വർഗീയത പറയുന്നവൻ മുസ്ലിമല്ല എന്ന് പഠിപ്പിക്കുകയാണ് ആര്? ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ റസൂൽ പറയാണ്, ലൈസ മിന്ന മൻ ദാ അസബിയ, വർഗീയത പറയുന്നവൻ മുസ്ലിമല്ല. ഉണ്ടാവും. ഒലൈസ മിന്ന മൻ ഖാതല അലാ അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്താൽ അവന് മുസ്ലിമല്ല. വർഗീയതയ്ക്ക് വേണ്ടി വർഗീയയുടെ പേരിൽ യുദ്ധം ചെയ്താൽ അവൻ മുസ്ലിമല്ല. ഒലൈസ മിന്ന മൻ മാത അലാ അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി മരിച്ചുപോയാൽ അവൻ മുസ്ലിമല്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവല്ല. അതുകൊണ്ട് നമുക്കൊരു വർഗീയതയുമില്ല, ഒരു വിദ്വേഷ പ്രവർത്തനങ്ങളുമില്ല. റസൂലുള്ള പറഞ്ഞു, ഹലക്കൽ മുത്തനത്യൂൻ, ഹലക്കൽ മുത്തനത്യൂൻ, ഹലക്കൽ മുത്തനത്യൂൻ, തീവ്രവാദി നശിച്ചിരിക്കുന്നു. തീവ്രവാദി ഇസ്ലാമിൽ തീവ്രവാദമില്ല. ഒരു തീവ്രവാദവും ഇസ്ലാമിൻ്റെതല്ല. പക്ഷെ ഇസ്ലാമിക നിയമം പാലിക്കുക എന്നത് മാത്രമേ തീവ്രതയുള്ളൂ. ഇപ്പം നമ്മൾ ഇസ്ലാമികമായ ജീവിത രീതി അവിടെ തീവ്രത വേണം, ഒരാദർശം അവിടെ തീവ്രത വേണം, ഒരു നിലപാട് അവിടെ തീവ്രത വേണം. പക്ഷേ അല്ലാത്തടത്തൊന്നില്ല, തീവ്രതയില്ല. വർഗീയവാദി മുസ്ലിമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം ഉണർത്തിയതിനു ശേഷം പറഞ്ഞു, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒറ്റ മാതാപിതാക്കളുടെ മക്കളാണ്, ഒരൊറ്റ ഉമ്മത്താണ്. അതങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് അംഗീകരിക്കുകയും എന്നെ മാത്രം ആരാധിക്കുകയും ചെയ്തൊരു സമൂഹം ഭൂലോകത്തുണ്ടായാൽ പിന്നെ വേറെ വർഗീയതയോ വിധ്വംസ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒരൊറ്റ മാതാപിതാക്കളുടെ മക്കൾ. അല്ലേ? എത്ര മനോഹരമായ ചിന്ത. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മത്തിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യു യൗമിൻ ഹാദ, അറഫാ ദിവസത്തിലെ പ്രസംഗ. അറഫയിൽ നബി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയും, അയ്യ യൗമിൻ ഹാദ, ഇത് ഏതാ ദിവസം എന്നറിയാമോ? ഏതാ ദിവസം? കാലു, അവർ പറഞ്ഞു, യൗമുൻ ഹറാം, പവിത്രമായ ദിവസമാണ്, അതായത് അറഫാ ദിവസം. അല്ലേ? കാല, അപ്പം നബി ചോദിച്ചു, അയ്യ ബലദിൻ ഹാദ, ഇത് ഏത് രാജ്യമാണ്? കാലു, അവർ പറഞ്ഞു, ബലദുൻ ഹറാം, പവിത്രമായ രാജ്യമാണ്. കാല, നബിയുടെ അടുത്ത ചോദ്യം, അയ്യു ഷെഹ്റിൻ ഹാദ, ഇത് ഏത് മാസമാണ്? കാലു, അവർ പറഞ്ഞു, ഷെഹ്റുൻ ഹറാം, പവിത്രമായ മാസം. അല്ലേ? എല്ലാം പവിത്രമാണ്. ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പവിത്രത പോലെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം പവിത്രമാണ്. ഉണ്ടോ? ഏതുപോലെ കഹുർമത്തി യോമിക്കും ഹാദാ ഫി ബൽദിക്കും ഹാദാ വ ഫി ഷെഹ്രിക്കും ഹാദാ, ഈ മാസത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ജീവനും ഒക്കെ പവിത്രമാണ്. അത് കവരരുത്, ചോരരുത്. അഭിമാനം പോലും ചോരാൻ പാടില്ല. അഭിമാനം ചോർന്നവരോ
അഭിമാനം ചോരുന്നവരെ പറ്റി റസൂലുള്ള പറഞ്ഞു, ഞാനും ജിബ്രീൽ അലൈഹി ഇസ്ലാം മിഅ്റാജിന്റെ രാവിൽ അള്ളാഹു എനിക്ക് സ്വർഗവും നരകവും കാണിച്ചു തന്നു. ജനങ്ങളുടെ അഭിമാനച്ചോരം നടത്തുന്ന ആളുകൾ, ആണായാലും പെണ്ണായാലും, നമുക്ക് വലിയ ഇഷ്ടമാണ് മറ്റുള്ളവരെ കുത്തിപ്പറയാൻ, അല്ലേ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, അല്ലേ, അങ്ങനല്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹോബിയാണ്. ഒരു വർത്താനം കഴിഞ്ഞ് രണ്ടാമത്തെ വർത്താനം ആളെ നേരെ കുത്തുന്ന, അല്ലേ? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമത നോതും ചെയ്യും, എല്ലാവരും കുത്തിപ്പറയും ചെയ്യും. നരകാന്നല്ല പറഞ്ഞത്, വൈലുൻ നരകമാണ്. അവർക്ക് ആവശ്യമില്ലാത്ത കസറത്തുൽ കലാമുണ്ടല്ലോ, അമിതമായ സംസാരം തന്നെ, അത് തന്നെ ഒഴിവാക്കണം. എവിടെയും ഇങ്ങനെ തമ്പടിച്ച് കുത്തുന്ന, അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ അലൈക്കും തുർക്കാത്ത്, വഴികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ മറക്കരുത്, അത് സൂക്ഷിക്കണം. വഴികളിൽ ഓരങ്ങളിലൊക്കെ നിൽക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്, അവരോടൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. സ്വാഭാവികമായും അങ്ങനെയുള്ള ഈ സർവേരിക്കലിൻ്റെ മുകളിലൊക്കെ കുറേ ചെറുപ്പക്കാർ കയറി കുത്തുന്നുണ്ട്, മനുഷ്യന്മാരുടെ ഇറച്ചി ഓല അറിയില്ല എന്താ കഥ. റസൂലുള്ള പറയാ, ഞാനും ജിബ്രീൽ അലൈഹി ഇസ്ലാം മിഅ്റാജിന്റെ രാവിൽ നരകവും സ്വർഗവും കാണിച്ചു തന്നപ്പോൾ റസൂലുള്ള പറയട്ടെ, ലമ്മ ഉരുജബി, എന്നെയും കൊണ്ട് കയറിപ്പോയി, മറർത്തുബി കൗമിൻ, ഞാൻ ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടെ നരകത്തിൽ കടന്നുപോയി. അപ്പോഴോ ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിൻ്റെ നഖമാണുള്ളത്, ചെമ്പിൻ്റെ നഖം. അതാ യഹ്മിഷൂന ഉജൂഹവും വ സുദൂറവും, ആ നഖം കൊണ്ട് അവർ അവരുടെ മുഖവും മാറുടവും മാന്തി പൊളിക്കുന്നുണ്ട്. ഫഖുൽത്തു, അപ്പം ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ കൂട്ടം ആളുകൾ? കാല, ജിബ്രീൽ പറഞ്ഞു, ഹൗലായി, ഈ കൂട്ടം ആളുകൾ അല്ലദീന യഅ്കുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ പച്ച മാംസം തിന്നവരാണ്. പിന്നെ വയഖൗന ഫി അറാദിഹിം, അവരുടെ അഭിമാനത്തിൽ കൈവച്ചവരാണ്, അവരാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക. തക്ബീറിൻ്റെ ഈമാൻ ആവേശം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ശരീരം മുഴുവനും നാവും മുടക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മരണം വരെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകം ഇങ്ങനെ അപകടകരമായ ഒരു യാത്രയിലേക്ക് പോകും. ഇപ്പം ഇന്ന് കാണുന്ന, അല്ലേ, ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലല്ലോ രാജ്യം, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ഒരു രാജ്യം മക്കയാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയും അള്ളാഹു ഭരതൻ നാമിന എന്ന് ഒരു രാജ്യത്തെയും പരിചയപ്പെടുത്തിയില്ലേ, മക്ക മാത്രം. അവിടെയാണ് വളരെ നിർഭയമായ രാജ്യം, അല്ലേ? റസൂലുള്ള പറയാണ്, ഈ ലോകത്തൊരു കാലം വരും, മനുഷ്യന്മാരെ നാവ് കൊണ്ടും മനുഷ്യന്മാരെ ദുഷിച്ച പ്രവർത്തനങ്ങൾ കൊണ്ടും മദ്യപാനം കൊണ്ടും ലഹരി കൊണ്ടും തമ്മാടിത്തം കൊണ്ടും അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം, എഴുത്തി എന്ന ജമാൻ, ഒരു കാലം ഈ ലോകത്ത് വരും. ലാ എതിരിൽ കാത്തിൽ, കൊല ചെയ്യുന്നവൻ അറിയുകയില്ല, ഫി അയ്യിഷയും കത്തൽ, എന്തിനാണ് കൊന്നതെന്ന്. കൊല്ലണവൻക്കറിയില്ല എന്തിനാ കൊന്നതെന്ന്. ഓല എതിൽ മക്തൂൽ, കൊല്ലപ്പെട്ടവൻ അറിയില്ല, ഫി അയ്യിഷയും കുത്തല, എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു കാലം ഇവിടെ വരും. അത്രയും മോശമായൊരു കാലം. അങ്ങനെ മനുഷ്യന്മാരെന്തിനാ കൊന്നതെന്ന് കൊല്ലണവൻക്കറിയില്ല, കൊല്ലപ്പെട്ടവൻക്ക് ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കാലം, അല്ലേ? ആ സമയത്താണ് നമ്മളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ആളുകൾ നാളെ നരകത്തിൽ, ശാശ്വതമായ നരകത്തിലായിരിക്കും കേട്ടോ. കൊല ചെയ്യപ്പെടുന്നവരും ആത്മഹത്യ ചെയ്യുന്നവർ, എന്തെങ്കിലും ചെറിയ നിസ്സാരമായ പരീക്ഷണം വരുമ്പോഴേക്കും ആത്മഹത്യ, കുടുംബസമേതം, അച്ഛനും മക്കളും, അല്ലേ, ഭാര്യയും കഴുത്തറുത്തും. എന്താ ചെയ്യുക? ലോകത്ത് ഇത്രമാത്രം ഒരു ഇരുളടഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. ജാഹിലിയ കാലത്ത് പോലും ഇത്ര അപകടകരമായ കാലഘട്ടമില്ല, അത്രയും അപകടമാണ്. ഞാൻ എന്താ വഴി? റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഉമ്മൽ മഖ്റജു മിൻഹ, രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇങ്ങനൊരു സാഹചര്യം ലോകത്ത് വന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, അവർ തബാറക്കല്ലാഹു തആല, കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുക, എന്നാൽ ഇതൊക്കെ നിൽക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഈ ഖുർആനെ മൻ തറക്കഹു, ഖുർആനെ ആരെങ്കിലും ഈ സമയത്ത് ഒഴിവാക്കിയാൽ അള്ളാഹു അവനെ തകർത്തെറിയും. ഖസമഹുല്ല, അള്ളാഹു അവനെ തകർത്തെറിയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഈമാനികമായി തളരരുത്, തകരരുത്. ഈമാനും ഇസ്ലാമും ഒക്കെ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാക്കാൻ വേണ്ടി യത്നിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മാതൃകയാണ്. ആ കുടുംബത്തിൻ്റെ മാതൃക പോലെ നമ്മളും പ്രാർത്ഥിക്കണം, പഠിച്ചവനെ ഞാൻ മരിച്ചാലും അടുത്ത തലമുറയിൽ എന്നെപ്പറ്റി സംസാരിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. അങ്ങനെ സൽകീർത്തി, കുപ്രസിദ്ധി ആർക്കും ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഗാന്ധിജിയെ വെടിവെച്ചോനെ നമ്മൾ പറയും, അത് കുപ്രസിദ്ധിയാണ്. ഇബ്രാഹിം നബിക്ക് സുപ്രസിദ്ധിയാണ്. രണ്ടാ ഇന്ന ആളുണ്ടാകുന്ന കാലം, അല്ലേ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ പരലോകത്തും ഇബ്രാഹിം നബി മാത്രമല്ല, മുഹമ്മദ് നബിയും പ്രാർത്ഥിച്ചില്ലേ? അങ്ങനെ
വേറിട്ട പ്രാർത്ഥനകൾ. ഇബ്രാഹിം മുഹമ്മദ് നബിൻ്റെ വേറിട്ട ഇതെന്താ? നാളെ പരലോകത്ത് ഉമ്മത്ത് മുഴുവൻ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന് പ്രത്യേക സ്ഥാനം അള്ളാഹു കൊടുക്കും. അതല്ലേ ബാങ്കിന് ശേഷം പ്രാർത്ഥിച്ച് ആത്തി മുഹമ്മദിൽ വസീലത്തോ അൽ ഫലീല, ആ ശ്രേഷ്ഠമായ പദവി മുഹമ്മദ് നബിക്ക് കൊടുക്കണേ. അത് ലക്ഷോപലക്ഷം ആളുകൾ പരലോകത്ത് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് അള്ളാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കും. ആ സ്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നബിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ വേറിട്ട ചില പ്രാർത്ഥനകൾ നമുക്കുണ്ടാവണം. പഠിച്ചവനെ മരിക്കുന്നവരെ സൽസ്വഭാവിയാവണം, മരിക്കുന്നവരെ മുവഹിദാവണം, പഠിച്ചവനെ കുടുംബത്തിന് മാതൃകയാവണം, അള്ളാഹുവെ സമൂഹത്തിന് മാതൃകയാകണം. ആർക്കും എന്നെക്കൊണ്ടൊരു ദൂഷ്യവും കഴിയാത്ത വിധമുള്ള ഒരു ജീവിതം അള്ളാഹുവെ നീ എനിക്ക് നൽകണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹു തൃപ്തിപ്പെടും വിധം ജീവിച്ചു തീർക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ വേർപെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖുദ്സിൻ്റെ മക്കൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖ വലതു കൈയിൽ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസമേതം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതിനേക്കാൾ ഉന്നതങ്ങളിൽ ഇതുപോലെ ഒത്തുകൂടാൻ സന്തോഷത്തോടു കൂടി ഒത്തുകൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.